നമുക്ക് പറമ്പിൽ പോയി കാടൊക്കെയായി മഴയായതുകൊണ്ട് അവിടെ നിന്ന് കണ്ടിച്ചേപ്പിൻ്റെ 2 തണ്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. താള് തോരൻ ഉണ്ടാക്കാം. തോരനല്ല, ഒരു പ്രത്യേക ഐറ്റാണ് താള് കൊണ്ട് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ പോയി കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഓൾറെഡി 3-4 കട്ട് ചെയ്ത് ഞാൻ എടുത്തായിരുന്നു. ഇപ്പം ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം 2 തണ്ട് കട്ട് ചെയ്തതാണ്. ഈ നട്ട് വളമൊക്കെ ഇട്ട് നട്ടേക്കണോണ്ട് ചോട്ടിലൊക്കെ പുല്ലായി, മഴ പെയ്യണോണ്ട് ഇനി അത് എന്നോട് ചോട് ക്ലീൻ ചെയ്യാറായി. ഈ ഇല കട്ട് ചെയ്ത് കളയുക കേട്ടോ. അതെ, നമുക്ക് ക്ലീൻ ചെയ്യണ കാണിക്കാം. ക്ലീൻ ചെയ്യാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് കാണിച്ചാലോ? ദേ ഇങ്ങനെ നോക്കതേ, ഇങ്ങനെ ക്ലീൻ ചെയ്തേച്ച് ഇങ്ങനെ ചീകി കളയണോ അല്ലേ? ഇങ്ങനെ കളഞ്ഞേച്ച് നമുക്ക് വൃത്തിയായിട്ട് അലമ്പി കഴുകണം. ദേ ഞാൻ ചീകിയേച്ചാൽ കഴുകാറ്. ചീമ്പിയേച്ച് കഴുകിയാൽ നീറ്റായിട്ട് അത് അവിടെ ഇരുന്നോളൂല്ലോ എന്ന് കരുതിയാൽ നമ്മളങ്ങനെയാണ് ചെയ്യണം. അതിൻ്റെ തൊലിയല്ലേ, അത് കളഞ്ഞേച്ച് വേണം എടുക്കാൻ. നമുക്ക് കഴുകിയെടുക്കാം. കഴുകാൻ പോവാം. എവിടെ വെച്ചാ നമ്മൾ കഴുകണേ? അലമ്പി കഴുകണം. അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകൂല, അതുകൊണ്ട് നന്നായിട്ട് അലമ്പി കഴുകിയെടുക്കണം നമ്മൾ. ഇനി നമുക്ക് അരിഞ്ഞെടുത്താലോ? അരിഞ്ഞെടുക്കാം. അവിടെ പോയിരുന്ന് അരിഞ്ഞാലോ? പോരെ. നമുക്ക് പുറത്തിരുന്ന അരിയാ, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിരുന്നു കൊണ്ട് നമുക്കിന്ന് താളരിയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പവും പച്ചമുളകും കറിവേപ്പും പേരയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ചോട്ടിലിരുന്നെങ്കിൽ അരിയാ. അതെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഇതേ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചക്കറികളാ. ഞാൻ ഈ പേരയുടെ തണലിലിരിക്കാം. ഇപ്പൊ പേരത്തണലിലാണ് ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് അരിയാം. ജസ്റ്റ് അത് പലരും പല രീതിയിലാട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് അങ്ങ് ചെറുതാക്കി അരിയണമെന്നുള്ളതേ. ചിലർ നീളത്തിലരിയും. ഇതിപ്പോൾ നമ്മൾ ഈ കപ്പങ്ങയൊക്കെ പോലെ ഇങ്ങനെ അകത്തോടെ വരഞ്ഞേച്ച ചെറുതാക്കി അരിയണം. ഇത് നല്ലതാണ്. ഇത് മെഴുക്ക് പുരട്ടി പോലെയാണ് നമ്മളിന്ന് തയ്യാറാക്കണം. തോരനല്ല കേട്ടോ, തോരൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇത് ഈ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാണ്. അതായത് പുളിയൊക്കെ ചേർത്തുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ, കുടംപുളി. തോരൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടതും ആവശ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. താളൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല രസമായിരിക്കും. നല്ല പഴമയുള്ള ഒരു ട്രഡീഷണൽ കറിയാണ്. തന്നെയല്ല, വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇത് വേറെ ഇതൊന്നുമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഈ തോരൻ. എന്ന് വെച്ചാൽ വയറിനൊക്കെ നല്ല ടേസ്റ്റിയാണ്. വയറിനുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കണ ഐറ്റം അല്ല ഇത്. പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് പറിച്ചെടുക്കുമല്ലേ, മറ്റ് വിഷയാംശങ്ങളൊന്നുമില്ലല്ലോ ഇതിന്. ഡയറക്റ്റ് കണ്ടിച്ചേമ്പിൻ്റെ താളാട്ടോ ഇത്. ഈ അടിയിൽ ചേമ്പില്ലാതെ താളിന് മാത്രമായിട്ടുള്ള ഇങ്ങനെ കറി തോരനൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റം ഉണ്ട്. അത് നമുക്ക് ഒന്ന് പിടിപ്പിക്കണം. നമ്മളോട് ജെസിയാൻറ്റി പറഞ്ഞിട്ടുണ്ട് തരാമെന്ന്. അവിടെയുണ്ട്. അവിടെ ജെസിയാൻറ്റി സ്ഥിരം തോരനും പിന്നെ ഈ തീയൽ പോലെ ഉണ്ടാക്കുന്നു, തണ്ടരിഞ്ഞ വറുത്തരച്ച് പുളി ചേർത്ത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞു കോവിഡ് സീസണൊക്കെ കഴിഞ്ഞിട്ട് വരാം, അപ്പം നമുക്ക് 2 കൊണ്ടുവന്ന് അത് പിടിപ്പിക്കാം ഇവിടെ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അടിയിൽ ചേമ്പുണ്ടാവില്ല, താളിന് മാത്രം യൂസ് ചെയ്യണ ഐറ്റം. പേരയുടെ കീഴയാണ്. പേരയിൽ ഓൾറെഡി പേരയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മിശറൊക്കെ പിടിച്ച് കിടക്കുവാണ്.
ചെറുതാണ്, പകുതി മൂപ്പായിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് കാണിച്ചോട്ടോ. ഇതിൻ്റെ മുകളിൽ പേരക്കയുണ്ട്. ഞാൻ ഇതിൻ്റെ ഷെയ്ഡിൽ ഇപ്പം ഈ മഴ മാറി നിൽക്കണോണ്ട് ഉദിക്കണ വെയിലിന് നല്ല ചൂടാണ്, അതുകൊണ്ട് ഷെയ്ഡിലിരിക്കാമെന്ന് കരുതി ഇവിടെ ഇരുന്നതാട്ടോ. അത്രേ ഉള്ളൂ. പേരയ്ക്ക കാണണോ? പേരക്ക ഇതിലുണ്ട്, 3-4 കിടപ്പുണ്ട്. കുരുകുരുന്നുള്ളതാണ്. അത് ഒരുവിധം മുഴുക്കും. മഴക്കാലത്താണല്ലോ 1 പൗണ്ട് നമുക്ക് ഉണ്ടാവണം സ്ഥിരം. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയല്ലേ. അതെ അതെ അതെ. അതൊന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. കുഞ്ഞായുള്ളൂ, വലുതായിട്ടില്ല. ഇസറും കൂടെ ഉണ്ടായിരുന്നല്ലേ? അതെ, അപ്പുറത്തൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതേ താള് കുറച്ച് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചായിരുന്നു. അത് ഉപ്പ് പുരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയി. ഉപ്പൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവോള ഉള്ളി ചേർക്കണം. അത് ക്ലീൻ ചെയ്തെടുത്തതാണ് സവോള. അത് ചുമ്മാ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. ഇതേ അതിലേക്ക് അരിഞ്ഞ് ചേർക്കുവാണ്. കറി ഉണ്ടാക്കാനായിട്ട് പോവാം. ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചതുകൊണ്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അപ്പം തന്നെ ഇനിയിപ്പോൾ താമസമില്ല. ഉച്ച ഊണിന് റെഡിയാക്കാം അല്ലേ? അതെ. വേവധികയില്ല, ഒരു 10-15 മിനിറ്റ് മതി കഷ്ടി വേവാൻ. പച്ചക്കറിയൊക്കെ മേടിച്ചത് സ്റ്റോക്ക് കയ്യിലില്ലാത്തപ്പോൾ നമ്മുടെ പറമ്പിൽ ഉള്ള ഐറ്റം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നാടൻ കറി വളരെ രുചികരവുമാണ്, ആരോഗ്യത്തിന് നല്ലതല്ലേ. നൊസ്റ്റു ആണ് ഇപ്പോഴും. നൊസ്റ്റു നമ്മൾ സവോള അരിഞ്ഞ് ചേർത്തു. 2 പച്ചമുളക്, ഒരു പഴുത്തതും ഒരു പച്ചയും. ഇത് നമ്മുടെ സ്വന്തം പച്ചമുളക്. ഇതും നമ്മുടെ സവോള മാത്രമേ നമ്മുടെ അല്ലാത്തേ ഉള്ളൂ. സവോള ഉള്ളി നമ്മുടെ അല്ലാത്ത ചതച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചേന്തി ഇട്ടേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മെഴുക്കുവരട്ടി ആകുമ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ചെറുതായിട്ട് കിടന്ന് അതിൽ പിടിച്ച് കടിക്കും. ഇതിന് ഭയങ്കര എരിവാ. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റൂലോ. അതുകൊണ്ടാണ് ഞാനൊരു പച്ചയും ഒരു പഴുത്തതും എടുത്തത്. പിന്നെ വലുതാക്കി തന്നെ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പൊ പിന്നെ ശ്രദ്ധിച്ചോളണം എല്ലാരും കഴിക്കുമ്പോ. ഇതും പച്ചയായതുകൊണ്ടേ താള്. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ള ഉള്ളി ചതച്ചെടുക്കാം. 4-5 തിളം വെളുത്തുള്ളി ഉണ്ട്, 5-6 തിളം ചുവന്നുള്ളി ഉണ്ട്. ഇത് ഞാൻ ചതച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കറി തയ്യാറാക്കാം. ട്രഡീഷണൽ ഇടികല്ലേലാണ്. എത്ര വർഷം പഴക്കമുണ്ടമ്മ ഈ ഇടികല്ലിന്? 30 വർഷം ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഇടിച്ച് കഴിച്ചാലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കല്ലല്ലേ, അടിപൊളിയാണ്. കല്ലല്ലേ, അതാ കല്ലും കൂടെയുള്ള അല്ലേ. ഞാൻ കോരി എടുത്തോണ്ട് വരാം കേട്ടോ. നമ്മള് താളിൻ്റെ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞ് വൃത്തിയാക്കി ഉപ്പ് പുരട്ടി വെച്ചു. സവോള, ഉള്ളി, പച്ചമുളകെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ ചേർക്കണ മെയിൻ താരമാണിത്. അതായത് കുഞ്ഞു ചെമ്മീനായിരുന്നു. ആ ചെമ്മീൻ കിള്ളി എടുത്തിട്ട് നമ്മൾ ഉപ്പും പുളിയും ചേർത്ത് പതുക്കൊന്ന് വാട്ടി വെച്ചേക്കണതാണ്. ഫുൾ വെന്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ദേ ഞാൻ കാണിച്ചു തരാം എന്നാ ചെയ്യാൻ പോണേന്ന്. ഇനി കണ്ടാ മതി, പറയുന്നില്ല. ഇനി വേറൊരു പരിപാടി ചെയ്യണത് കൈ കൊണ്ട് തന്നെ വേണോട്ടോ, എന്നാലേ ശരിയാവുള്ളൂ. കൈ കഴുകി വൃത്തിയാക്കി വെച്ച് മിക്സ് ചെയ്യണം. ചെമ്മീൻ കുറച്ച് കുറവാണല്ലോ. ചെമ്മീൻ കുറവാണ്. പക്ഷെ ഈ ഇത്രയും താളിവിടെ ഇരിപ്പില്ലേ, ഈ താള് ചുങ്ങി കഴിയുമ്പോ ഈ ചെമ്മീൻ ഇതിന് പാകാം. ഇതിന്റെ 4-1 വെന്ത് കഴിയുമ്പോ. അപ്പൊ കാണാൻ നമുക്ക്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള കുനുകുനുന്നുള്ള ചെമ്മീനായിരുന്നു കിട്ടിയത്. പല ഐറ്റത്തിനും എടുത്ത്. അപ്പോൾ ഒരു സ്വല്പം ഇരുന്നുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചത്തേക്ക് ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ നിങ്ങളിത് ഉലർത്തി കഴിയുമ്പോൾ പറയും ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനുണ്ടെന്ന്. കാരണം ഉപ്പും പുളിയും ഇത് പിടിക്കാനാട്ടോ ഇതിലേക്ക് തിരുമണത്. ഇനി നമുക്ക് ഉരുളിച്ചട്ടി വെച്ച് ഉലർത്താൻ നോക്കാം. വെളിച്ചെണ്ണ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചേ. ഇനി നമുക്ക് ഉള്ളി ചതച്ച് വെച്ചെണ്ണ അതിലേക്ക് ചേർക്കാം. ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇച്ചിരി വേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. വേപ്പില എടുക്കില്ല. മൂത്ത് വരുമ്പോൾ നമുക്ക് മുളകും മഞ്ഞളും ഒക്കെ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. കറിവേപ്പില ഇട്ട് നമുക്ക് ചതച്ച മുളക് പൊടി ഇടാം കേട്ടോ. ചതച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കണം. വേറെ പൊടികളൊന്നും വേണ്ട കേട്ടോ ഇതിന്. ഊണിനുള്ള കറിയാണ്. 12:30 അതിപ്പോ 10 മിനിറ്റ് കൊണ്ടാകും. അതെ, ഇത് അരിഞ്ഞെടുക്കേണ്ട ഇതേ ഉള്ളൂ. പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ട്. ഉള്ളി മൂത്ത് തുടങ്ങി. നമുക്ക് പൊടികൾ ചേർക്കാം.
പൊടി ഇടുവാണ്. മുളക് പൊടി. അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിന് കേട്ടോ. ഇച്ചിരി മഞ്ഞപ്പൊടി മതി. നമുക്കല്ലേ അമ്മയുടെ ഒക്കെ വീട്ടിൽ പണ്ട് ഇതുണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിലെയും നാട്ടുപ്രദേശം ആയതുകൊണ്ട് ഇങ്ങനെ ചേമ്പും ചേനയൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. ഇത് ഉണക്കച്ചെമ്മീൻ ഇട്ടാം. അന്ന് ആ ഭാഗത്തേക്ക് കൂടുതൽ ഉണക്കച്ചെമ്മീൻ പ്രയോഗമാണ്. അങ്ങനെ നല്ല രുചിയത്, നല്ല ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. നല്ല ടേസ്റ്റാ. ഇനി മക്കില്ലേ മൂടി വെക്കാം കേട്ടോ. മൂടി വെക്കാം. ഇവിടെ ഇരുന്ന് വേവട്ടെ. ഫുൾ ഫ്ലെയിമിലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താള് അല്ല ചേമ്പിൻ്റെ ഇങ്ങനെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങും, വെള്ളം ഇറങ്ങും. അപ്പൊ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇരുന്നാലും വിഷയമില്ല, അടി പിടിക്കില്ല. അതെ, പകുതി വേവാകുമ്പോ നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. മൂടി വെക്കുവാണേ. ഇടയ്ക്ക് ഇളക്കി വിടണം. ഇത് കളറൊക്കെ മാറിയില്ല. കളറ് മാറി. എന്നോട് പറഞ്ഞില്ലേ ചെമ്മീൻ ഇച്ചിരി ഉള്ളല്ലോന്ന്. അതെ, ചെമ്മീൻ മീത കിടക്കണുണ്ടോ? എന്നാന്നോ ഇത് കണ്ടമാനം ചുങ്ങും താളാവുമ്പോ. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ പാത്രത്തിലായതുകൊണ്ട് ഇടവിട്ട് ഇളക്കണം കേട്ടോ. കാര്യം ഈ ചേമ്പിൻ്റെ തണ്ടീന്ന് ചേമ്പീന്ന് വെള്ളം ഇറങ്ങും തണ്ടീന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്. എൻ്റെ ഭാഗത്തിന് എരിവും പുളിയൊക്കെ നന്നായിട്ടുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ചൂടുള്ളതുകൊണ്ട് ഞാൻ സ്വല്പം എടുത്തത്. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, എരിവും പുളിയും പാകമല്ലേന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം. കയ്യിൽ തരാട്ടോ. ചൂടുണ്ട്, ചെറു ചൂടുണ്ട്. ഈ ചെമ്മീൻ മീത കിടക്കണുണ്ടോ കോരി അല്ലേ? നോക്കിക്കേ. ഇച്ചിരി ഉപ്പ് വേണം. പൊട്ടിക്ക് മതി അല്ലേ? ഇങ്ങനെ നമ്മൾ ഈ പടവലങ്ങ ഉണ്ടാക്കൂലേ ഇതുപോലെ, ആ സെയിം ഇത് തന്നെയാണ്. ഞാൻ പഴുത്ത പച്ചമുളക് ഇട്ടേക്കണം. ഇതുകൊണ്ടാണ് കടിക്കുമ്പോൾ ടേസ്റ്റ് കൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചോറിന്റെ അരികിലേക്ക് ഇടുമ്പോൾ ഇത് കടിക്കും. അപ്പൊ പഴുത്ത മുളകും പച്ചമുളകും നീളത്തിൽ ഇതുപോലെ ചേന്തി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സൂപ്പർ ടേസ്റ്റ്. ഒരു പൊടിക്ക് ഇട്ടേച്ച് നമുക്ക് ഡിസ്പ്ലേ എടുക്കാം. ഒരു പൊടിക്ക് വേണമെന്ന് എനിക്ക് തോന്നി. നമുക്ക് കോരി എടുക്കാവേ ഡിസ്പ്ലേക്ക്. പരമ്പരാഗതമായ ട്രഡീഷണൽ മൺപാത്രത്തിൽ. അതെ, മൺപാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി. ഈ മൺപാത്രത്തിലൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു രുചി ഒന്ന് വേറെ തന്നെയാട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഇത് എത്ര നോക്കിയാലും കുഴഞ്ഞു പോകില്ല. താളിൻ്റെ കാര്യം ഉപ്പൊക്കെ പെട്ടി വെച്ച് പിഴിഞ്ഞെടുക്കണതാണെങ്കിലും കുഴയും. ഇതിൻ്റെ രീതി അതാണ്. അപ്പം നമ്മൾ ചേമ്പിൻ തണ്ട് താള് കൊണ്ട് ഇപ്പം 2 ഡിഷ് തയ്യാറാക്കി. ഒന്ന് തോരൻ, ഒന്ന് ചെമ്മീനിട്ടുള്ള മെഴുക്ക് വരട്ടി. ഇനി നമുക്ക് മറ്റേ ചേമ്പ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ടോ? വയലറ്റ് ചേമ്പില്ലേ, ഓർക്കണില്ലേ? നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു കറി തയ്യാറാക്കാനുണ്ട്. അത് മൂത്ത് വന്ന നട്ടട്ടേ ഉള്ളൂ. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കാണിക്കാം. സ്പെഷ്യൽ കറി. അപ്പൊ ഉച്ച ഊണിന് റെഡി ആയിക്കോളൂ എല്ലാവരും. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരമ്പരാഗത ഡിഷാണിത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മുടെ പഴയ ഗ്രാമീണ ഭവനങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ രുചികരവുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക താഴെ കമന്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ.